ഹലോ മക്കളെ, ഇപ്പോൾ ക്ലാസ്സുകളൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമൊക്കെ ആയി. അപ്പോൾ ആദ്യത്തെ 1-2 ചാപ്റ്റേഴ്സൊക്കെ ഇപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് പഠിക്കാൻ എത്രമാത്രം എളുപ്പമാണ്, എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട്, ഇതൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതിനകത്ത് സാധാരണ ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാലും അത് ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ, ഇപ്പോൾ JEE മെയിൻ ആണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിനേക്കാൾ ഒരു 4 ടൈംസ് എങ്കിലും ഫാസ്റ്ററായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. നിങ്ങൾ ആ കൺവെൻഷണൽ മെത്തേഡ് ഒഴിവാക്കിയിട്ട് കുറച്ചുകൂടെ ഒരു ട്രിക്കി മെത്തേഡ്സ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും വളരെ സിമ്പിളായിട്ട് മിനിമം സ്റ്റെപ്സിൽ മിനിമം കാൽക്കുലേഷനിൽ ചെയ്യാൻ ഒരു പ്രൊസീജിയർ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അത് ഏതാണെന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചില എക്സാമ്പിൾസാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ്, 2 bodies, one held 1 meter above other are released simultaneously and fall freely under gravity. After 2 seconds their relative separation will be. ഇവിടെ നമ്മൾ 2 ബോഡീസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരേ സമയം മൂവ് ചെയ്യുമ്പോൾ, ഇപ്പോൾ V = U + AT, S = UT + ½ AT square, V square = U square + 2AS. ഇനി അല്ലെങ്കിൽ ആക്സലേഷൻ ഇല്ല, വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് വിചാരിക്കുക. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം, ഓർ വെലോസിറ്റി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഇങ്ങനെ ഏത് ഇക്വേഷൻ ആണെങ്കിലും 2 ബോഡിക്കും കൂടെ ചേർത്ത് ഒറ്റ ഇക്വേഷൻ എഴുതാം. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, എല്ലാ അബ്സല്യൂട്ട് ക്വാണ്ടിറ്റീസും നമ്മൾ കറസ്പോണ്ടിങ് റിലേറ്റീവ് ക്വാണ്ടിറ്റീസ് വെച്ച് റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 2 ബോഡീസിൻ്റെ രണ്ടും തമ്മിൽ ഇത് ഇങ്ങനെ വെർട്ടിക്കലി 1 മീറ്റർ സെപ്പറേഷനിൽ വെച്ച് ഒരുമിച്ച് റിലീസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ബോഡിയുടെ ഇനീഷ്യൽ വെലോസിറ്റി 0, സെക്കൻഡിൻ്റെയും ഇനീഷ്യൽ വെലോസിറ്റി 0. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് 1 വിത്ത് റെസ്പെക്ട് ടു 2 പറഞ്ഞാൽ V1 - V2 ആണ്. അത് ഇനീഷ്യലി രണ്ടിൻ്റെയും 0 ആയത് കാരണം റിലേറ്റീവ് വെലോസിറ്റിയും 0 ആണ്. ബോത്ത് ആർ മൂവിങ് അണ്ടർ ദ ഇഫക്റ്റ് ഓഫ് ഗ്രാവിറ്റി അലോൺ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ രണ്ടിൻ്റെ ആക്സലേഷൻ G ആണ്. അപ്പോൾ റിലേറ്റീവ് ആക്സലേഷൻ A1 - A2 അത് 0 ആണ്. അപ്പോൾ റിലേറ്റീവ് ആക്സലേഷൻ ഇല്ല, റിലേറ്റീവ് ഇനീഷ്യൽ വെലോസിറ്റിയും ഇല്ല. അപ്പോൾ S = UT + ½ AT square. നമുക്ക് യൂസ് ചെയ്യാം. റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ? U0 UT0, ½ AT square A0. അപ്പോൾ അത് കാരണം എന്താ? ½ AT square 0. അങ്ങനെയാകുമ്പോഴെന്താണോ, ഇത് ഇനീഷ്യലി 1 മീറ്റർ സെപ്പറേഷൻ ആണെങ്കിൽ എപ്പോഴും എന്താവും? 1 മീറ്റർ തന്നെയാവും. ഈ 2 ബോഡി മൂവ് ചെയ്യുന്നിടത്തോളം കാലം സെപ്പറേഷൻ 1 മീറ്റർ തന്നെയാവും. ഓക്കെ, ആഫ്റ്റർ 2 seconds their relative separation will be 1 meter itself. ഓക്കെ, ഇനി അടുത്തത്, എ മാർബിൾ ബോൾ ഈസ് റിലീസ്ഡ് ഫ്രം എ സർട്ടൈൻ ഹൈറ്റ്, റീച്ചസ് ദ ഗ്രൗണ്ട് ഇൻ ടൈം t and then continues to bounce up and down. If E is the coefficient of restitution, then the time in which the ball comes to rest is. അതിലൊരു ബോഡി നമ്മൾ h ഹൈറ്റിൽ നിന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴേക്ക് വീഴാനെടുക്കുന്ന സമയം t = √2h/g ആണ്. അതെവിടെ നിന്നാണ് കിട്ടുക? നമ്മൾ S = UT + ½ AT square U0 ആണ്, UT 0 ആണ്. ഓക്കെ, ബാക്കി എന്താ വരിക? S = ½ AT square. അതിൽ S h ആണ്, A എന്ന് പറഞ്ഞാൽ G ആണ്. അപ്പോൾ h = G/2 T square, h = G/2 T square. അപ്പോൾ T = √2h/g വരും. h ഹൈറ്റിൽ നിന്ന് ഒരു ബോഡി റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ എത്താൻ എടുക്കുന്ന സമയം അതാണ്. ഇനി നമ്മൾ ഒരു റബ്ബർ ബോൾ ഒരു റിജിഡ് ഫ്ലോറിലേക്ക് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ആ വെലോസിറ്റി കൂടി 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 അത് സ്ട്രൈക്ക് ചെയ്യുന്നത് മാക്സിമം വെലോസിറ്റിയിലാവും. ഇനി ആ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി അല്പം കുറയും. ആ കുറഞ്ഞ വെലോസിറ്റിയിലാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പുറപ്പെടുക. ഈ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഈ കേസിൽ എന്താ വരിക എന്നറിയോ? റേഷ്യോ ഓഫ് ദി വെലോസിറ്റി ജസ്റ്റ് ആഫ്റ്റർ കൊളീഷൻ ടു ദ വെലോസിറ്റി ജസ്റ്റ് ബിഫോർ കൊളീഷൻ. ഓക്കെ, ജസ്റ്റ് ആഫ്റ്റർ കൊളീഷൻ ടു ദ വെലോസിറ്റി ജസ്റ്റ് ബിഫോർ കൊളീഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? ഇപ്പോൾ ഫസ്റ്റ് കൊളീഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്ന വെലോസിറ്റി V വിചാരിച്ചോളൂ, V. ഫസ്റ്റ് കൊളീഷൻ കഴിഞ്ഞാൽ വെലോസിറ്റി V1 എന്ന് വിചാരിച്ചോളൂ, V1. വെലോസിറ്റി ആഫ്റ്റർ ദ ഫസ്റ്റ് കൊളീഷൻ. അപ്പോൾ ഇതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ ഫസ്റ്റ് കൊളീഷൻ കഴിഞ്ഞിട്ട് V1 എന്നുള്ള വെലോസിറ്റിയിൽ ഇങ്ങനെ മേലോട്ട് വരും. മേലോട്ട് വരുമ്പോൾ വെലോസിറ്റി കുറഞ്ഞ് ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ 0 ആവും. ആദ്യം റിലീസ് ചെയ്ത് h ഹൈറ്റിൽ നിന്നാണ്. പിന്നെ ഫസ്റ്റ് കൊളീഷൻ കഴിഞ്ഞ് വരുന്നത് h1 ഹൈറ്റിലേക്കാണ്. സെക്കൻഡ് കൊളീഷൻ കഴിഞ്ഞ് വരുന്നത് h2 ഹൈറ്റിലേക്കാണ്. തേർഡ് കൊളീഷൻ കഴിഞ്ഞ് വരുന്നത് h3 ഹൈറ്റിലേക്ക്. അതിങ്ങനെ കുറഞ്ഞ് വരും ഓരോ കൊളീഷനും കഴിയുമ്പോൾ. ആദ്യം വന്ന് ഇടിച്ചത് V സ്പീഡിലാണ്. ഫസ്റ്റ് കൊളീഷൻ കഴിയുമ്പോൾ അതിൻ്റെ വെലോസിറ്റി V1 ആവും എന്ന് പറഞ്ഞാൽ അല്പം കുറവാത്. ആ V1 മേലോട്ട് വരുമ്പോൾ കുറഞ്ഞ് 0 ആവും.
തിരിച്ചു പോകുമ്പോൾ എന്താ അതേപോലെ കൂടി രണ്ടാമത്തെ കൊളീഷന് തൊട്ട് മുമ്പുള്ള വെലോസിറ്റി v1 ആവും. അപ്പോൾ v1 ഈസ് ദ വെലോസിറ്റി ജസ്റ്റ് ആഫ്റ്റർ ദ ഫസ്റ്റ് കൊളീഷൻ ആസ് വെൽ ആസ് ദ വെലോസിറ്റി ജസ്റ്റ് ബിഫോർ ദ സെക്കൻഡ് കൊളീഷൻ കഴിഞ്ഞ് v2 എന്ന് അവിടെ നിന്ന് പുറപ്പെട്ടു. v2 കുറഞ്ഞ് 0 ആയി. തിരിച്ചു പോകുമ്പോഴെന്താ കൂടി വീണ്ടും v2ൽ സ്ട്രൈക്ക് ചെയ്യും ജസ്റ്റ് ബിഫോർ ദ തേർഡ് കൊളീഷൻ. അപ്പോൾ v2 ഈസ് ദ വെലോസിറ്റി ജസ്റ്റ് ആഫ്റ്റർ ദ സെക്കൻഡ് ആൻഡ് ഓൾസോ ജസ്റ്റ് ബിഫോർ ദി തേർഡ് കൊളീഷൻ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഈ കോഎഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കൊളീഷൻ എടുക്കുമ്പോഴെന്താ ഫസ്റ്റ് കൊളീഷന് ശേഷം v1 ബിഫോർ എന്താ v ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് കൊളീഷൻ എടുക്കുമ്പോഴെന്താ സെക്കൻഡ് കൊളീഷന് ശേഷം v2 ആണ്, സെക്കൻഡ് കൊളീഷന് മുമ്പ് v1 ആണ്. ഓക്കെ, ഇനി ഈ തേർഡ് കൊളീഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്താ വരിക എന്നറിയോ? തേർഡ് കൊളീഷൻ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ v3, ഓക്കെ, v3 ഡിവൈഡഡ് ബൈ v2 വരും. ഫോർത്ത് കൊളീഷൻ കൺസിഡർ ചെയ്യുമ്പോൾ v4 ഡിവൈഡ് ബൈ v3 വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് v1 പറഞ്ഞാൽ വെലോസിറ്റി ആഫ്റ്റർ ദ ഫസ്റ്റ് കൊളീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ e ഇൻറ്റു v എന്ന് പറഞ്ഞാൽ ആദ്യം പോയി ഇടിച്ച സ്പീഡാണ്. ഓക്കെ, ഇനി v2 പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാം, ദിസ് ഈസ് ഈക്വൽ ടു ഈ v1 എന്നാണ്, ഈ v1. ഓക്കെ, അപ്പോൾ v2 ഈക്വൽ ടു ഈ v1ന് വരെ ev കൊടുക്കാം. e ഇൻറ്റു ev എന്ന് പറഞ്ഞാൽ e റേസ് ടു 2v എന്നാണ്. അപ്പോൾ നോക്കൂ, വെലോസിറ്റി ആഫ്റ്റർ ദ ഫസ്റ്റ് കൊളീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ e റേസ് ടു 1 ഇൻറ്റു v എന്ന് പറഞ്ഞാൽ ആദ്യം വന്ന ഹൈറ്റിൽ നിന്ന് റിലീസ് ചെയ്ത് ആദ്യം പോയി ഇടിച്ച സ്പീഡാണത്. ഓക്കെ, അപ്പോൾ v2 പറഞ്ഞു കഴിഞ്ഞാൽ e റേസ് ടു 2v, റൈറ്റ്. ഇനി ആദ്യം റിലീസ് ചെയ്ത ഹൈറ്റ് h ആണ്. ഓക്കെ, ഫസ്റ്റ് കൊളീഷന് ശേഷം വരുന്ന ഹൈറ്റ് h1, സെക്കൻഡ് കൊളീഷന് ശേഷം വരുന്ന ഹൈറ്റ് h2, തേർഡ് കൊളീഷന് ശേഷം വരുന്ന ഹൈറ്റ് h3. അപ്പോൾ hn എന്ന് പറഞ്ഞാൽ nth കൊളീഷന് ശേഷം എത്ര ഹൈറ്റിലേക്ക് വരും, അതാണ് hn. v വിത്ത് സഫിക്സ് n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ nth കൊളീഷനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, v വിത്ത് സഫിക്സ് n എന്ന് പറഞ്ഞാൽ e റേസ് ടു n ഇൻറ്റു v ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ആകെ n കൊളീഷൻസ് ആണ് ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ nth കൊളീഷൻ, ഇപ്പോൾ ആകെ 10 കൊളീഷനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 10ാമത്തെ കൊളീഷന് ശേഷം വെലോസിറ്റി 0 ആവണം. വെലോസിറ്റി 0 ആയില്ലെങ്കിൽ ഇത് മേലോട്ട് വരും. മേലോട്ട് വന്നാൽ 11ാമത്തെ നടക്കും. അപ്പോൾ 10ാമത്തെ അവസാനത്തെ ആവില്ല. ഇഫ് ഇറ്റ് മേക്സ് ടോട്ടൽ 10 കൊളീഷൻസ്, വെലോസിറ്റി ആഫ്റ്റർ ദ 10th ഷുഡ് ബി 0. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ എന്ത് പറയാന്ന് പറയാം, ഇഫ് ഇറ്റ് മേക്സ് n കൊളീഷൻസ്, ആകെ n കൊളീഷൻസ് ഉണ്ടാക്കണേ വിചാരിക്കുക. അപ്പോൾ വെലോസിറ്റി ആഫ്റ്റർ ദ nth കൊളീഷൻ ഷുഡ് ബി 0. അപ്പോൾ എത്ര കൊളീഷനാണ് ഉണ്ടാക്കുക എന്നറിയാൻ വേണ്ടിയിട്ട് vn ഈക്വൽ ടു 0 കൊടുക്കുക. vn ഈക്വൽ ടു 0 ആകുമ്പോൾ e റേസ് ടു n ഇൻറ്റു v 0 ആണ്. അപ്പോൾ ഒന്നുകിൽ v 0 അല്ലെങ്കിൽ e റേസ് ടു n 0. അതിന് v എന്ന് പറഞ്ഞാൽ ആദ്യം വന്ന് ഇടിച്ച സ്പീഡ്, അത് 0 അല്ല. അപ്പോൾ പിന്നെ e റേസ് ടു n 0 ആണ്. e റേസ് ടു n 0 ആണെങ്കിൽ 1/e റേസ് ടു n എന്താ, 1/e റേസ് ടു n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/0 അത് ഇൻഫിനിറ്റാണ്. ഓക്കെ, 1/e റേസ് ടു n നമുക്ക് 1/e ഹോൾ റേസ് ടു n ദിസ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റ് എന്ന് പറയാം. അതിൽ 1/e ഫൈനൈറ്റ് ആണ്. അപ്പോൾ 1/e ഹോൾ റേസ് ടു n ഇൻഫിനിറ്റ് ആവണമെങ്കിൽ ദാറ്റ് n ഷുഡ് ബി ഇൻഫിനിറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ n ഈക്വൽ ടു ഇൻഫിനിറ്റ് കൊടുക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ബൗൺസ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നാണ്, ബൗൺസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കാണേണ്ടത് എന്താണെന്നറിയോ, see if he is the coefficient of restitution then the time in which the ball comes to rest. ഓക്കെ, അപ്പോൾ ആദ്യം വന്ന് ഇങ്ങോട്ട് വീഴാനെടുക്കുന്ന സമയം എത്രയാണ്, റൂട്ട് ഓഫ് 2h/g. റൂട്ട് ഓഫ് 2h/g, അതിന് പകരം ഞാൻ t എന്ന് കൊടുക്കുക, t. ഓക്കെ, പിന്നെ അവിടെ നിന്ന് h1 ഹൈറ്റിലോട്ട് വരും. ഓക്കെ, പിന്നെ h1 ഹൈറ്റിൽ നിന്ന് താഴോട്ടും പോകും. ഈ h1 ഹൈറ്റിൽ നിന്ന് താഴോട്ട് പോകാനുള്ള സമയം റൂട്ട് ഓഫ് 2h1/g ആണ്. മേലോട്ട് വരാനുള്ളത് അത് തന്നെയാണ് 2 റൂട്ട് ഓഫ് h1/g. അതിൽ h1 പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, h വിത്ത് സഫിക്സ് n പറഞ്ഞാൽ e റേസ് ടു 2n ഇൻറ്റു h. അപ്പോൾ h1 എന്താ വരിക, e റേസ് ടു 2 ഇൻറ്റു h എന്ന് വരും, e റേസ് ടു 2 ഇൻറ്റു h. അപ്പോൾ നോക്കൂ, t1 പറഞ്ഞാൽ h1 ഹൈറ്റിൽ നിന്ന് വീഴാനുള്ള സമയം എന്താ, റൂട്ട് ഓഫ് 2h1/g. അതിൽ h1ന് പകരം e സ്ക്വയർ h എന്ന് കൊടുക്കാം. അതിൽ ആ e സ്ക്വയർ നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ e വരും. ഓക്കെ, പിന്നെന്താ, h അവിടെ ഉണ്ടാവും, റൂട്ട് ഓഫ് 2h/g. അപ്പോൾ അതിനെ et എന്ന് പറയാം. അതാണ് t1, അതായത് h1 ഹൈറ്റിൽ നിന്ന് വീഴാനുള്ള സമയം. അപ്പോൾ h2 ഹൈറ്റിൽ നിന്ന് വീഴാനുള്ള സമയം എന്താ, e റേസ് ടു 2t എന്ന് വരും. ഓക്കെ, ആദ്യം h ഹൈറ്റിൽ നിന്ന് വീഴാൻ t, പിന്നെ h1 മേലോട്ടും ഉണ്ട് h1 താഴോട്ടും ഉണ്ട്. ഓക്കെ, അതെത്രയാ, et ആണ്. et മേലോട്ട് et താഴോട്ട്, അപ്പോൾ 2et. ഓക്കെ, പിന്നെ t2 പറഞ്ഞാൽ h2 ഹൈറ്റിൽ നിന്ന് വീഴാനുള്ളതാണ്, അത് e സ്ക്വയർ t ആണ്. അത് മേലോട്ടും ഉണ്ട് താഴോട്ടും ഉണ്ട്, അപ്പോൾ 2e സ്ക്വയർ t. അടുത്ത് h3 ഹൈറ്റിൽ നിന്ന് വീഴാനുള്ള സമയം എന്താ, e റേസ് ടു 3t. അത് താഴോട്ടും ഉണ്ട് മേലോട്ടും ഉണ്ട്.
ഓക്കെ, അപ്പോഴെന്താ 2e3t അങ്ങനെ വരും. അതിൽ നമുക്ക് ഫസ്റ്റ് ടി അതേപോലെ എഴുതി, 2et എന്നുള്ളത് അതേപോലെ എഴുതി. പിന്നെ ഇവിടെ എന്താ വരുന്ന എല്ലാ ടേമിലും 2et കോമൺ ഫാക്ടറാണ്. അത് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ 1 വരും, ഇവിടെ ഇ വരും, അടുത്ത e² വരും, അങ്ങനെ വരും. ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന സാധനം എന്താണെന്നറിയാമോ? ദാറ്റ് ഈസ് ആൻ ഇൻഫിനിറ്റ് സീരീസ്. ഓക്കെ, ആ ഇൻഫിനിറ്റ് സീരീസ് വിത്ത് കോമൺ റേഷ്യോ ഇ ആണ്. ഇ അതിൻ്റെ സം ടു ഇൻഫിനിറ്റ് ടേംസ് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. അത് ഞാൻ പറയാം. എസ് വിത്ത് സഫിക്സ് ഇൻഫിനിറ്റ് പറഞ്ഞാൽ a/1 - r എന്നാണ്. അതായത് ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ 1 - കോമൺ റേഷ്യോ. ഈ കോമൺ റേഷ്യോ എങ്ങനെ കിട്ടുക? ഒരു ടേമിനെ തൊട്ട് മുമ്പേയുള്ള ടേം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഇ എ തൊട്ട് മുമ്പേയുള്ള ടേം 1 ആണ്. അപ്പോൾ e/1 പറഞ്ഞാൽ ഇ ആണ്. ഓക്കെ, അപ്പോൾ ടി അതുപോലെ എഴുതി, 2et അതുപോലെ എഴുതി. പിന്നെ ഈ ഇൻഫിനിറ്റ് സീരീസിൻ്റെ സം ടു ഇൻഫിനിറ്റ് ടേംസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം എന്താ 1 ആണ്, ഡിവൈഡ് ബൈ 1 - കോമൺ റേഷ്യോ ഇ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, നമുക്ക് എന്ത് പറയാമെന്നറിയോ? സി, ടി കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 ഉണ്ടാവും. ടി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 ഉണ്ടാവും, റൈറ്റ്? പിന്നെ 2e/1 - e, റൈറ്റ്? ഓക്കെ, അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ 1 + e / 1 - e ഇൻറ്റു ടി എന്ന് കിട്ടും. ഓക്കെ, ആ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എച്ച് ഹൈറ്റിൽ നിന്ന് താഴോട്ട് വീഴാനെടുക്കുന്ന സമയമാണ് ഈ ടി എന്ന് പറയുന്നത്, ബോൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഇതെന്താ? 2 boys initially at A and B 120 meter apart start running towards each other at constant speed 5 and 7 meter per second respectively. They will meet at, നോക്കൂ, ഇവിടുന്ന് എയിൽ നിന്ന് 5 മീറ്റർ പെർ സെക്കൻഡിലും ബിയിൽ നിന്ന് 7 മീറ്റർ പെർ സെക്കൻഡിലും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ ഒരുമിച്ച് എത്തുകയാണെന്ന് വിചാരിച്ചോളൂ. ഇവിടെ ഒരുമിച്ച് എത്തുക. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇവിടുന്ന് ഇങ്ങോട്ട് വരാനെടുത്ത സമയവും അവിടുന്ന് ഇങ്ങോട്ട് വരാനെടുത്ത സമയവും സെയിം ആണ്. ഇവിടെ ഒരു സെക്കൻഡിൽ 5 മീറ്റർ മൂവ് ചെയ്യും. സപ്പോസ് ദേ മീറ്റ് ആഫ്റ്റർ t സെക്കൻഡ്സ്. അപ്പോൾ ഇങ്ങോട്ട് വന്നത് 5t ആണ്, അവിടുന്ന് ഇങ്ങോട്ട് വന്നത് 7t ആണ്. ടോട്ടൽ എത്രയാണ്? 12t. അതെത്രയാണ്? 120 മീറ്റർ ആണ് ഇനീഷ്യൽ സെപ്പറേഷൻ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? പിന്നെ ദേ വിൽ മീറ്റ് അറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താ? ഓക്കെ, ഇവിടെ x1 ഇയാൾ ഇങ്ങോട്ട് മൂവ് ചെയ്ത് 5t ആണ്, അയാൾ ഇങ്ങോട്ട് മൂവ് ചെയ്ത് 7t ആണ്. ഓക്കെ, അയാളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് 7t. അപ്പോൾ x1/x2 പറഞ്ഞാൽ 5/7 ആണ്. ആകെ ഉള്ളത് 120 മീറ്ററാണ്. അതിന് 5:7 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. പറഞ്ഞാൽ 5 + 7 12 ഈക്വൽ പാർട്ടാക്കുക. 120നെ 12 ഈക്വൽ പാർട്ടാക്കുമ്പോൾ ഈച്ച് പാർട്ട് വിൽ ബി 10 മീറ്റർ. അതിൽ x1 എന്ന് പറഞ്ഞാൽ 5 പാർട്ടാണ്, അതായത് 50 മീറ്റർ. x2 പറഞ്ഞാൽ 7 പാർട്ടാണ്, അതായത് 70 മീറ്റർ. ചോദ്യം നോക്കൂ, എയിൽ നിന്ന് 50 മീറ്റർ അകലെയാണ്, ബിയിൽ നിന്ന് 70 മീറ്റർ അകലെയാണ്. അതായത് 50 മീറ്റർ ഫ്രം എ എന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റാണ്. 70 മീറ്റർ ഫ്രം ബി എന്നുള്ളതിനകത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എ സ്റ്റോൺ ഈസ് റിലീസ്ഡ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ ആൻഡ് 1 second later another stone is thrown vertically down with a speed 20 meter per second. The second stone will overtake the first stone at a distance from the top which is equal to. ഇവിടെ എന്താണെന്നറിയോ? 2 ബോഡീസ് ഒരേ സമയം മൂവ് ചെയ്യുമ്പോൾ 2 ബോഡിക്കും കൂടെ ചേർത്ത് നമുക്ക് ഒറ്റ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. നമ്മൾ പഠിച്ച എല്ലാ ഇക്വേഷൻസ് ഓഫ് മോഷനും നമുക്ക് വി ക്യാൻ അപ്ലൈ. സി, ഫോർ 2 bodies അറ്റ് ദ സെയിം ടൈം ഒറ്റ കാര്യമേ ഉള്ളൂ. ഓൾ അബ്സല്യൂട്ട് ക്വാണ്ടിറ്റീസ് ആർ ടു ബി റീപ്ലേസ്ഡ് ബൈ ദി കറസ്പോണ്ടിങ് റിലേറ്റീവ് ക്വാണ്ടിറ്റീസ് എന്നാണ്. അപ്പോൾ ഇവിടെ നോക്കാം, നമ്മൾ ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ബോഡി വിൽ ബി അട്രാക്റ്റഡ് ബൈ എർത്ത്. ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ അത് അട്രാക്ഷൻ ഓഫ് എർത്ത്, അതുകൊണ്ടുള്ള ആക്സിലറേഷനാണ്. F=ma. എഫ് എങ്ങോട്ടാണോ അങ്ങോട്ട് ആക്സിലറേഷൻ. എർത്തിൻ്റെ അട്രാക്ഷൻ താഴേക്കാണ്, അപ്പോൾ അതുകൊണ്ടുള്ള ആക്സിലറേഷനും താഴേക്കാണ്. ബോഡി മേലോട്ട് മൂവ് ചെയ്യുമ്പോൾ എർത്ത് താഴോട്ട് പിടിച്ചു വലിക്കും. അപ്പോൾ അത് കാരണം വെലോസിറ്റി കുറയും. എങ്ങനെ കുറയും? ഓരോ സെക്കൻഡിലും എല്ലാ സെക്കൻഡിലും 9.8 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി കുറയും. ലെറ്റ്സ് ടേക്ക് ഇറ്റ് 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഒരു ബോഡി മേലോട്ട് പോകുമ്പോൾ ഗ്രാവിറ്റി കാരണം ഓരോ സെക്കൻഡിലും എല്ലാ സെക്കൻഡിലും 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി കുറയും. താഴോട്ട് വരുമ്പോഴോ ഓരോ സെക്കൻഡിലും എല്ലാ സെക്കൻഡിലും 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി കൂടും. ഓക്കെ, അപ്പോൾ ഇവിടെ എ സ്റ്റോൺ ഈസ് റിലീസ്ഡ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ടവർ ആൻഡ് 1 second later another stone is thrown vertically down with a speed of 20 meter per second. അപ്പോൾ നോക്കാം, ഒരു സ്റ്റോൺ നമ്മൾ റിലീസ് ചെയ്തു. ഈ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് വരുമ്പോൾ ഓരോ സെക്കൻഡിലും 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി കൂടും. അപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റോൺ റിലീസ് ചെയ്ത് 1 സെക്കൻഡ് കഴിയുമ്പോഴെന്താ അതിൻ്റെ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആയി. ഓക്കെ, ഇപ്പോൾ 1 സെക്കൻഡ് കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ബോഡി ഇവിടെ ഉണ്ട്, അതിൻ്റെ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോഴാണ് സെക്കൻഡ് ബോഡി അവിടെ നിന്ന് എറിയാൻ പോകുന്നത്.
താഴോട്ട് അതെത്രയാ? അതിൻ്റെ വെലോസിറ്റി തുടക്കത്തിലെ 20. ഇനി ഒരു ഫ്രീലി ഫോളിങ് ബോഡി ഫസ്റ്റ് സെക്കൻഡിൽ എത്രയാ വീഴുക? എത്ര ദൂരം വീഴും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 മീറ്ററാണ് താഴോട്ട് വരിക. 5 മീറ്റർ. ഒരു ഫ്രീലി ഫോളിങ് ബോഡി ആദ്യത്തെ സെക്കൻഡിൽ 5 മീറ്റർ, അടുത്ത സെക്കൻഡിൽ 15, 25, 35, 45 അങ്ങനെ പോവുക. അതിനകത്ത് മാറ്റമില്ല, എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഓക്കെ, റേഷ്യോ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഇൻ ദ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്താ 1:3:5 അങ്ങനെയാണ്. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡിൽ G/2, അടുത്തത് 3G/2. G പറഞ്ഞാൽ 10, അപ്പോൾ G/2 പറഞ്ഞാൽ 5, 3G/2 പറഞ്ഞാൽ 15, പിന്നെ 25, 35 അങ്ങനെ പോകും. ഇവിടെ ആകെ ഒരു സെക്കൻഡേ വീണിട്ടുള്ളൂ, അത് 5. ഓക്കെ, ഇപ്പം എന്താണെന്നറിയോ, ഫസ്റ്റ് ബോഡി റിലീസ് ചെയ്ത് 1 സെക്കൻഡ് കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ബോഡിയിൽ 10 മീറ്റർ പെർ സെക്കൻഡ് താഴേക്ക്, സെക്കൻഡ് ബോഡിയിൽ എത്രയാണ് 20 മീറ്റർ പെർ സെക്കൻഡ് താഴേക്ക് നമ്മളിപ്പോൾ കൊടുത്തു. ഇത് നിങ്ങൾക്ക് ഈ ഐഡിയ മനസ്സിലായി കഴിഞ്ഞാൽ ഇത് ഇത്രയൊന്നും സമയമെടുക്കില്ല. സിംപ്ലി ബൈ ഒബ്സർവേഷൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് അത് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ മാത്രമേ സമയമെടുക്കുള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വളരെ സിമ്പിളാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ സെക്കൻഡ് വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ്, എല്ലാം നേരെ ഉള്ളതുപോലെ. അപ്പോൾ ഞാനിവിടെ താഴെ എഴുതാൻ പോകുന്ന എല്ലാം സെക്കൻഡ് ബോഡി വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റാണ്. ഓക്കെ, അതിൽ സെക്കൻഡ് ബോഡിയുടെ പൊസിഷൻ വെൻ ദ ഫസ്റ്റ് ഈസ് ടേക്കൺ ആസ് ദ റെഫറൻസ്. ഓക്കെ, ഫസ്റ്റ് ഇപ്പോൾ എവിടെയാണ്? അതിൻ്റെ 5 മീറ്റർ പുറകിലാണ് സെക്കൻഡ് ബോഡി. അപ്പോൾ y(0) പറഞ്ഞാൽ എന്താ? y പറഞ്ഞാൽ വെർട്ടിക്കൽ പൊസിഷനാണ് ഓഫ് ദി സെക്കൻഡ് ബോഡി വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബോഡി ഒറിജിനായിട്ട് എടുക്കണം എന്നാണ്. അപ്പോൾ ഫസ്റ്റ് ബോഡിയിൽ നിന്ന് 5 മീറ്റർ പുറകിലാണ്, കാരണം ഇത് ഇങ്ങോട്ടല്ലേ മൂവ് ചെയ്യുന്നത്. ആ 5 മീറ്റർ പുറകിലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് -5. ഇനി ഇവർ ഓവർടേക്ക് ചെയ്യുന്ന സമയം, അപ്പോൾ ഫൈനലി ഇത് രണ്ടും ഒരേ പൊസിഷനിലാണ്. അതായത് സെക്കൻഡ് ബോഡി ഫസ്റ്റ് എവിടെ വെച്ചാൽ അവിടെ തന്നെയാണ്, ഫസ്റ്റാണ് ഒറിജിൻ. മനസ്സിലായില്ലേ? വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ഈസ് ടു ബി ചൂസൺ ആസ് ഒറിജിൻ പോലെ എടുക്കണം. അപ്പോൾ രണ്ടാമത് ബോഡി ഫസ്റ്റ് ബോഡി ഓവർടേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബോഡിയുടെ അതേ പൊസിഷനിൽ വരിക. അപ്പോൾ ഫൈനൽ പൊസിഷൻ y(t) = 0. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. അതെത്രയാ? 5 മീറ്റർ. ഇനി അല്ലെങ്കിൽ നമുക്ക് എന്താണെന്നറിയാം, തുടങ്ങുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഫസ്റ്റ് ബോഡി 1 സെക്കൻഡ് കഴിഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത്. അവിടെ നിന്നാണ് തുടങ്ങണതെന്ന് വിചാരിച്ചോ. ആ സമയത്ത് സെക്കൻഡ് ബോഡി 5 മീറ്റർ പുറകിലാണ്. ഫൈനലി അത് എന്താ, ഈ ഫസ്റ്റ് ബോഡിയുടെ അടുത്തെത്തും. അപ്പോൾ 5 മീറ്റർ മുന്നോട്ട് വരും എന്നർത്ഥം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 5 മീറ്റർ അങ്ങനെ കിട്ടി നമുക്ക്. റിലേറ്റീവ് ആക്സിലറേഷൻ രണ്ടിൻ്റെയും G ആണ്. അപ്പോൾ റിലേറ്റീവ് ആക്സിലറേഷൻ 0 ആണ്. ഓക്കെ, ഇനി റിലേറ്റീവ് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് സെക്കൻഡ് വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ്. സെക്കൻഡിൻ്റെ ഇപ്പോൾ 20 ആണ്, ഫസ്റ്റിൻ്റെ 10 ആണ്. അപ്പോൾ റിലേറ്റീവ് എന്താ? സെക്കൻഡിൻ്റെ വെലോസിറ്റി മൈനസ് ഫസ്റ്റിൻ്റെ വെലോസിറ്റി. 20 - 10 ദാറ്റ് ഈസ് 10 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി നമുക്ക് S = ut + ½ അപ്ലൈ ചെയ്യാം. അതിൽ ഡിസ്പ്ലേസ്മെൻറ്റ് S എന്ന് പറഞ്ഞാൽ 5 ആണ്. റിലേറ്റീവ് ഇനീഷ്യൽ വെലോസിറ്റി 10 ആണ്, 10t. ആക്സിലേഷൻ 0 ആണ്, അപ്പോൾ ½ ഉണ്ടാവില്ല. അപ്പോൾ ടൈം t = എന്താ? നമുക്ക് 0.5 സെക്കൻഡ്സ് എന്ന് വരും. 0.5 സെക്കൻഡ്സ്. അതായത് ഇനി ഇപ്പോൾ നോക്കൂ, ആ സെക്കൻഡ് ബോഡി എറിഞ്ഞ് ഒരു 0.5 സെക്കൻഡ് കൂടെ കഴിഞ്ഞാൽ ഇത് ക്രോസ് ചെയ്യും. 0.5 സെക്കൻഡ് കൂടെ കഴിഞ്ഞാൽ ക്രോസ് ചെയ്യും. അതായത് ആ ഫസ്റ്റ് ബോഡി ആൾറെഡി 1 സെക്കൻഡ് വീണിരുന്നു, ഇനി ഒരു 0.5 കൂടെ വീണാൽ മതി. അതായത് ആ ഫസ്റ്റ് ബോഡി മൊത്തം വീഴുക എത്രയാ? 1.5 സെക്കൻഡ്സേ വീഴുള്ളൂ. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിക്കുന്നത് എന്താണെന്നറിയോ? ദ സെക്കൻഡ് സ്റ്റോൺ വിൽ ഓവർടേക്ക് ദ ഫസ്റ്റ് സ്റ്റോൺ അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം ദ ടോപ്പ്. അതായത് ഫസ്റ്റ് ബോഡി എത്ര വീണു എന്ന് പറഞ്ഞാൽ മതി. ഫസ്റ്റ് ബോഡി വീണത് എത്രയാ? 1.5 സെക്കൻഡ്, അതായത് 3/2 സെക്കൻഡ്സ്. അത് കണ്ടാൽ മതി. h = g/2t². അതിൽ 3/2 ഹോൾ സ്ക്വയർ, 3² എത്രയാണ്? 9 × g എത്രയാ? 10. 90 / 8 എന്ന് വരും. 90/8 ദാറ്റ് ഈസ് = 11.25 മീറ്റർ വരും. ഓക്കെ, 11.25 മീറ്റർ, അതായത് ഈ സാധനം വരും. ഓക്കെ, നെക്സ്റ്റ്, ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ ബോഡി ക്യാൻ ഹാവ് കോൺസ്റ്റൻറ്റ് സ്പീഡ് ആൻഡ് വേരിയിങ് ആക്സിലറേഷൻ. കോൺസ്റ്റൻറ്റ് സ്പീഡ് ആൻഡ് വേരിയിങ് ആക്സിലറേഷൻ അത് പ്രശ്നമില്ല. എ ബോഡി ക്യാൻ ഹാവ്, ഇപ്പോൾ നമ്മൾ ഒരു യൂണിഫോം സർക്കുലർ മോഷൻ എടുത്തു കഴിഞ്ഞാൽ സ്പീഡ് കോൺസ്റ്റൻ്റാണ്. യൂണിഫോം സർക്കുലർ മോഷൻ, അവിടെ ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റാണ്. കാരണം യൂണിഫോം സർക്കുലർ മോഷനിൽ റേഡിയൽ ആക്സിലറേഷൻ മാത്രമേ ഉള്ളൂ. അത് എത്രയാണ്? അത് v²/r, v കോൺസ്റ്റൻ്റാണ്. പക്ഷേ ബോഡി ഇവിടെ ആകുമ്പോൾ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഇങ്ങോട്ടാ, ബോഡി ഇവിടെ എത്തുമ്പോൾ നോക്കൂ ആക്സിലറേഷൻ ഇങ്ങോട്ടാ. അപ്പോൾ ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഡിറക്ഷൻ ഡിഫറെൻറ്റാണ്. അപ്പോൾ ഈ ബോഡി ക്യാൻ ഹാവ് കോൺസ്റ്റൻറ്റ് സ്പീഡ് ആൻഡ് വേരിയിങ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻ ഹാവ്, ദാറ്റ് ഈസ് ട്രൂ. ഓക്കെ, യൂണിഫോം സർക്കുലർ മോഷനിൽ അതാ സംഭവിക്കുന്നത്. ഈ ബോഡി ക്യാൻ ഹാവ് 0 വെലോസിറ്റി ആൻഡ് നോൺ 0 ആക്സിലറേഷൻ, ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. കാരണം എന്താ അറിയോ?
നമ്മളൊരു ബോഡിയെ പ്രൊജക്റ്റ് ചെയ്തു വെർട്ടിക്കലായിട്ട് മേലോട്ട്, ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ അവിടെ വെലോസിറ്റി ഈക്വൽ ടു 0 ആണ്, പക്ഷേ ആക്സിലറേഷൻ ഈക്വൽ ടു g ആണ്, ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് എന്താ വെലോസിറ്റി 0, റെസ്റ്റില്ല, അവിടെ ആക്സിലറേഷൻ 0 അല്ല, എർത്ത് പിടിച്ച് വലിക്കുന്നുണ്ട്, g ആണ്. ഈ ആക്സിലറേഷൻ 0 എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, വെലോസിറ്റി ചേഞ്ച് ചെയ്യണില്ല എന്നാ. അപ്പോൾ ഹയസ്റ്റ് പോയിന്റിലെത്തി വെലോസിറ്റി 0 ആണ്, അവിടെ ആക്സിലറേഷനും കൂടെ 0 ആയിരുന്നെങ്കിൽ ആ വെലോസിറ്റി പിന്നെ മാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും അവിടെ 0 തന്നെയാവും. അതായത് എറിഞ്ഞ സ്റ്റോൺ എല്ലാം മേലെ പോയി നിന്നേനെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എ ബോഡി ക്യാൻ ഹാവ് 0 വെലോസിറ്റി ആൻഡ് നോൺ 0 ആക്സിലറേഷൻ, ദാറ്റ്സ് ഓൾസോ ട്രൂ. എ ബോഡി ക്യാൻ ഹാവ് കോൺസ്റ്റന്റ് വെലോസിറ്റി ആൻഡ് യൂണിഫോം ആക്സിലറേഷൻ. കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഇല്ല എന്നാ. മനസ്സിലായി? അപ്പോൾ ആ കോൺസ്റ്റന്റ് വെലോസിറ്റി ആൻഡ് യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. ഇനി അടുത്തത് എ ബോഡി ക്യാൻ ഹാവ് കോൺസ്റ്റന്റ് വെലോസിറ്റി ആൻഡ് യൂണിഫോം ആക്സിലറേഷൻ എന്നാ. ഈ കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല, അപ്പോൾ ആക്സിലറേഷൻ ഇല്ല എന്നാണ്. അപ്പോൾ കോൺസ്റ്റന്റ് വെലോസിറ്റിയും എന്താ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ അത് ഉണ്ടാവില്ല. സോ ദാറ്റ് ഈസ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടുത്തെ എന്താ ആൻസർ, അതാണ്. പിന്നെ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. എ ബോഡി ക്യാൻ ഹാവ് സൗത്ത് വേർഡ് വെലോസിറ്റി ആൻഡ് നോർത്ത് വേർഡ് ആക്സിലറേഷൻ, ദാറ്റ് ഈസ് പോസിബിൾ അല്ലേ. ഇപ്പോൾ സൗത്തിലോട്ട് മൂവ് ചെയ്യുന്ന ഒരു ബോഡി റിട്ടാർഡ് ചെയ്യുകയാണെങ്കിൽ എന്താ, ഇറ്റ്സ് ആക്സിലറേഷൻ ഈസ് ഡ്യൂ നോർത്ത്. അപ്പോൾ അത് പ്രശ്നമില്ല. അടുത്തത് എ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് മൂവ്സ് വിത്ത് യൂണിഫോം ആക്സിലറേഷൻ ഫോർ n seconds. ഇറ്റ്സ് വെലോസിറ്റി ആഫ്റ്റർ n seconds ഈസ് v. റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരേ ആക്സിലറേഷനിൽ പോയി n seconds കഴിഞ്ഞപ്പോൾ വെലോസിറ്റി v ആയി. അപ്പോൾ ഓരോ സെക്കൻഡിലും v/n വെലോസിറ്റി കൂടിയെന്നാണ്. ഓരോ സെക്കൻഡിലും v/n അങ്ങനെ കൂടുക. അതാണ് യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ. ചോദ്യം എന്താണെന്നറിയോ, ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോഡി ഇൻ ദ ലാസ്റ്റ് 2 seconds, അവസാനത്തെ 2 സെക്കൻഡിൽ, ഒരു സെക്കൻഡിൽ എത്രയാ v/n കൂടും, 2 സെക്കൻഡിലോ 2v/n കൂടും. മനസ്സിലാവുണ്ടോ? ലാസ്റ്റ് വെലോസിറ്റി v ആണ്, ഒരു സെക്കൻഡ് മുമ്പ് എന്താവും, ഒരു v/n കുറവാണ്, v - v/n. ഒരു സെക്കൻഡ് കൂടെ മുമ്പ് എന്താ, ഒരു v/n കൂടെ കുറവാണ്. ഓക്കെ, അതായത് v - 2v/n ഇതാ. അപ്പോൾ ഇനി ഈ ചോദ്യം എന്താണെന്നറിയോ, ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോഡി ഇൻ ദ ലാസ്റ്റ് 2 seconds, അതായത് ഈ 2 സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്നാ ചോദ്യം. അവിടെ നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, നോക്കൂ, ഇനീഷ്യൽ വെലോസിറ്റി ഇതാണ്, ഫൈനൽ വെലോസിറ്റി ഇതാണ്. അവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പ്ലസ് ഫൈനൽ ഡിവൈഡ് ബൈ 2, അതാണ് ആവറേജ് വെലോസിറ്റി. ഈ ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു ഇനീഷ്യൽ പ്ലസ് ഫൈനൽ ബൈ 2. ദാറ്റ് ഈസ് ട്രൂ ഓൺലി വെൻ ദ ആക്സിലറേഷൻ ഈസ് കോൺസ്റ്റന്റ്. ഇവിടെ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പ്ലസ് ഫൈനൽ ബൈ 2. ഓക്കെ, അതാണ് ആവറേജ് വെലോസിറ്റി. ഇൻറ്റു ടൈം ചെയ്താൽ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അതിലൊരു കണ്ടീഷനും ഇല്ല. അതായത് ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം എന്താ, ആൾവേസ് വിൽ ഗിവ് യു ദ ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ ഇനീഷ്യൽ പ്ലസ് ഫൈനൽ ബൈ 2 ആണ് ആവറേജ് വെലോസിറ്റി. ടൈം എത്രയാണ്, 2 seconds. അപ്പോൾ ഇൻറ്റു 2. അപ്പോൾ ബൈ 2 × 2 എന്ന് പറഞ്ഞാൽ 2 അങ്ങ് കട്ടാവും. അപ്പോൾ ഇനീഷ്യൽ പ്ലസ് ഫൈനൽ ചെയ്താൽ മതി വെലോസിറ്റി, അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കിട്ടും. അതായത് v - 2v/n + v ചെയ്താൽ മതി. അപ്പോൾ എത്രയാ, v + v പറഞ്ഞാൽ 2v. അപ്പോൾ 2v - 2v/n അതാണ് ഡിസ്പ്ലേസ്മെന്റ് വരിക. അതിൽ 2v നിങ്ങൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് s ഈസ് ഈക്വൽ ടു നമ്മൾ 2v പുറത്തെടുത്തു, ബാക്കി എന്താ വരിക, ബാക്കി വരുന്നത് 1 - 1/n. ഓക്കെ, അപ്പോൾ n - 1/n എന്ന് വരും. ഇത് സിംപ്ലിഫൈ ചെയ്ത് അതാണ് ഇപ്പോൾ ഈ എഴുതിയിരിക്കുന്നത്. 2v n - 1/n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ആൻസർ വരിക. റൈറ്റ്. ഇനി അടുത്തത്, കാർ കവേഴ്സ് ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 places at a constant speed 40 and the second half at 60. ദ ആവറേജ് ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് ആണ് കേട്ടോ, ഡിസ്റ്റൻസിനെ ഡിവൈഡ് ചെയ്തിരിക്കുക. നമ്മൾ ഈ ആവറേജ് സ്പീഡ് 2 കേസസാണ്. ഒന്ന് ടൈമിനെ നമ്മൾ ഈക്വൽ പാർട്ടാക്കി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ടൈം ഓഫ് ട്രാവലിംഗ് ഈസ് ഡിവൈഡഡ് ഇൻ 2 equal parts, then the average speed will be the arithmetic mean. അതായത് v1 + v2/2 വരും. Instead of dividing time of traveling, if the distance is divided into equal parts, ഇപ്പോൾ 2 3 അങ്ങനെ ഈക്വൽ പാർട്ടാക്കി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർമോണിക് മീൻ ആണ് ആവറേജ് സ്പീഡ്. ഓക്കെ, ഇവിടെ 2 പാർട്ടേ ഉള്ളൂ. അപ്പോൾ 2/v ആവറേജ് ഈക്വൽ ടു 1/v1 + 1/v2. അവിടുന്ന് v ആവറേജ് ഈക്വൽ ടു 2v1 v2/v1 + v2. ഒരു പോപ്പുലർ ക്വസ്റ്റൻ ആണിത്. അപ്പോൾ എന്താ പറയുക, 40 ആണ് ഫസ്റ്റ് ഹാഫ്, സെക്കൻഡ് ഹാഫിൽ 60 ആണ്. ചെയ്ത് കഴിഞ്ഞാൽ 48 km/h കിട്ടും. റൈറ്റ്. ഇനി അടുത്തത്, ബോഡി ഓഫ് മാസ് 4 kg ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് ഓഫ് 100 meter ആൻഡ് അനദർ ബോഡി ബി ഓഫ് മാസ് 2 kg ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് ഓഫ് 50 meter അറ്റ് ദ സെയിം ടൈം. ദെൻ
ഈ മാസിൽ നമ്മൾ താഴോട്ട് വരുമ്പോൾ രണ്ടിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അപ്പോൾ എസ് ഈക്വൾ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, u0 ut0. അപ്പോൾ എസ് ഈക്വൾ ടു ഹാഫ് എ ടി സ്ക്വയർ. അതിൽ എസ് എന്ന് പറഞ്ഞാൽ എച്ച്, ഹൈറ്റ് ഫ്രം വേർ ദ ബോഡി ഈസ് റിലീസ്ഡ്, അതാണ് എസ് എച്ച്. എ എന്ന് പറഞ്ഞാൽ ജി ആ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? എച്ച് ഈക്വൾ ടു ജി ബൈ 2 ടി സ്ക്വയർ വരും. എച്ച് ഈക്വൾ ടു ജി ബൈ 2 ടി സ്ക്വയർ, ടി ഈക്വൾ ടു √2h/g. ഇവിടെ രണ്ട് കേസുണ്ട്. ഒരെണ്ണം 50 മീറ്ററിൽ നിന്നുള്ളൂ, ഒരെണ്ണം 100 മീറ്ററിൽ നിന്നുള്ളൂ. അപ്പോൾ ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഈ ഹൈറ്റിൽ മാത്രമേ ഉള്ളൂ. രണ്ടിനും 2 സെയിം ആണ്, ജി സെയിം ആണ്. ഓക്കെ, അപ്പോൾ ടി പ്രപ്പോർഷണൽ ടു √h എന്ന് പറയാം. അപ്പോൾ T1/T2 ഈക്വൾ ടു h1/h2. ഫസ്റ്റ് എന്താ? എ ബോഡി എ ഓഫ് മാസ് എന്താ? A body A of mass 4 kilogram is dropped from a height of 100 meter and another body B of mass 2 kilogram is dropped from a height of 50 meter. അപ്പോൾ അവിടെ നമുക്ക് ഒരു കാര്യം ചെയ്യാം. പിന്നെ ഇവിടെ ഫസ്റ്റ് ബോഡി A is released from 100 meter and B is released from 50 meter. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ? Time for B divided by time for A equal to height of B, right? ഇവിടെ height of B divided by height of A പറയാം. ഓക്കെ, height of B, height from where B is released, അത് 50 ആണ്, മറ്റത് 100 ആണ്. ഓക്കെ, അപ്പോൾ 1/√2. സോ 1/√2 പറഞ്ഞാൽ 0.707 എന്നാണ്. 0.7 എടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടുകയെന്നറിയോ? T വിത്ത് സഫിക്സ് B ഈക്വൽ ടു 0.7 ഇൻറ്റു T വിത്ത് സഫിക്സ് E എന്ന് വരും. അതിൻ്റെ അർത്ഥം എന്താ? B takes 0.7th of the time taken by A. അങ്ങനെ ഉണ്ടോ നോക്ക്. B takes nearly 0.7th of the time required by A. Okay, right. ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ട്രക്ക് സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് മൂവ്സ് വിത്ത് കോൺസ്റ്റന്റ് ആക്സലറേഷൻ 1.5. A car 150 meter behind the truck starts simultaneously from rest and moves with a constant acceleration 2 meter per second square. The time taken by the car to meet the truck is. ഇവിടെ രണ്ട് ബോഡിയുടെ കാറും ഉണ്ട്, ട്രക്കും ഉണ്ട്. ബോത്ത് ആർ മൂവിങ് അറ്റ് ദ സെയിം ടൈം. അപ്പോൾ രണ്ടിനും സെപ്പറേറ്റ് ഇക്വേഷൻ എഴുതണ്ട, രണ്ട് ബോഡിക്കും കൂടെ ചേർന്ന് ഒറ്റ ഇക്വേഷൻ എഴുതിയാൽ മതി. വാട്ട് എവർ ഇക്വേഷൻസ് യു ഹാവ് സ്റ്റഡീഡ്, ഇവിടെ നമ്മൾ V ഈക്വൾ ടു U പ്ലസ് AT, S ഈക്വൾ എന്ത് ഇക്വേഷനും, S ഈക്വൾ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ, V സ്ക്വയർ ഈക്വൾ ടു U സ്ക്വയർ പ്ലസ് 2AS, ഇതൊക്കെ നിങ്ങൾ രണ്ട് ബോഡിക്ക് ഒറ്റ ഇക്വേഷൻ എഴുതിയാൽ മതി. എന്താ? എല്ലാം റിലേറ്റീവ് ക്വാണ്ടിറ്റീസ് ആവണം. ഇവിടെ നോക്കൂ, കാർ വിത്ത് റെസ്പെക്ട് ടു ട്രക്ക്. ഇനീഷ്യലി എന്താ? കാർ ഈസ് അറ്റ്, സാധാരണ നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് 1 വിത്ത് റെസ്പെക്ട് ടു 2 എങ്ങനെ കാണുക? V1 മൈനസ് V2. അതുപോലെ തന്നെയാണ് റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് കാണണ്ടേ, അതുപോലെ തന്നെയാണ് റിലേറ്റീവ് ആക്സലേഷൻ കാണണ്ടേ. അപ്പോൾ ഇവിടെ റിലേറ്റീവ് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് കാർ വിത്ത് റെസ്പെക്ട് ടു ട്രക്ക് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് കാർ മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഓഫ് ട്രക്ക്. കാറിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്താ? 0. ട്രക്കിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്താ? 0. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി എന്താ? 0. ആക്സിലറേഷൻ ഓഫ് കാർ ദാറ്റ് ഈസ് 2. ആക്സിലറേഷൻ ഓഫ് ട്രക്ക് അത് എത്രയാ? 1.5. അപ്പോൾ ആക്സിലറേഷൻ ഓഫ് കാർ വിത്ത് റെസ്പെക്ട് ടു ട്രക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മൈനസ് 1.5 ദാറ്റ് ഈസ് 0.5. ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് കാർ വിത്ത് റെസ്പെക്ട് ടു ട്രക്ക്. അപ്പോൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് കാണുമ്പോഴേ നമ്മൾ കാർ വിത്ത് റെസ്പെക്ട് ടു ട്രക്ക്, അപ്പോൾ ട്രക്കാണ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ട്രക്കാണ് ഒറിജിനായിട്ട് എടുക്കണ്ടേ. ആദ്യം നോക്കൂ, ട്രക്ക് ഒറിജിൻ, കാറിൻ്റെ പൊസിഷൻ ഒറിജിനിൽ നിന്ന് 150 മീറ്റർ പുറകിലാണ് ആദ്യം. അപ്പോൾ ഇനീഷ്യൽ പൊസിഷൻ 150 മീറ്റർ, ബിഹൈൻഡ് കാണിക്കാൻ -150. ഫൈനലി കാറ് ട്രക്കിനടുത്ത, അതായത് ഒറിജിനിലാണ്. അപ്പോൾ ഫൈനൽ പൊസിഷൻ ഓഫ് ദ കാർ എത്രയാണ്? 0. അപ്പോൾ ഫൈനൽ പൊസിഷൻ 0, ഇനീഷ്യൽ പൊസിഷൻ -150. അപ്പോൾ ചേഞ്ച് ഇൻ പൊസിഷൻ, അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. 0 മൈനസ് -150 അത് എത്ര? 150 എന്ന് വരും. ഇനി അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓർ ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ദ കാർ വെൻ ദ ട്രക്ക് ഈസ് ടേക്കൺ ആസ് ദ റെഫറൻസ്. കാർ ഇവിടെ എന്താ ചെയ്തേ? ട്രക്കിൻ്റെ 150 മീറ്റർ പുറകിൽ നിന്ന് ട്രക്കിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ മുന്നോട്ടല്ലേ വന്നത്? എത്രയാണ്? 150. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 150 പറയാം. S ഈക്വൾ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ. ഇവിടെ U 0 ആണ്, UT 0 ആണ്. അപ്പോൾ S ഈക്വൾ ടു ഹാഫ് AT സ്ക്വയർ വരും. അപ്പോൾ T ഈക്വൾ ടു √2S/A വരും. T ഈക്വൾ ടു √2S/A. അതിൽ S എത്രയാണ്? 150. A എത്രയാണ്? 0.5. അപ്പോൾ മേലെ 300/0.5 എന്ന് വരും. പറഞ്ഞു കഴിഞ്ഞാൽ മേലും താഴെ ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ 600/1 എന്ന് വരും. അപ്പോൾ √600 സെക്കൻഡ്സ് എന്ന് വരും. അതായത് ഇതാണ് ആൻസർ വരിക, √600 സെക്കൻഡ്സ്. ഈ റിലേറ്റീവ് മോഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? ഈ എപ്പോഴും നമ്മൾ എന്ത് പ്രോബ്ലം ചെയ്യുമ്പോഴും നമ്മൾ മിനിമം സ്റ്റെപ്സിൽ ചെയ്യണം, മിനിമം കാൽക്കുലേഷനിൽ ചെയ്യണം.
അപ്പോൾ രണ്ട് ബോഡിക്കും കൂടെ ഒറ്റ ഇക്വേഷൻ എഴുതുക എന്ന് പറയുമ്പോൾ വളരെ സിമ്പിൾ ഇക്വേഷനേ കിട്ടുള്ളൂ. അത് സോൾവ് ചെയ്യാൻ എളുപ്പമാവും, പെട്ടെന്ന് ആൻസർ കിട്ടുകയും ചെയ്യും, തെറ്റാനൊരു സാധ്യതയില്ല. An elevator ascends with an acceleration 0.2 meter/second² എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എലിവേറ്ററിൻ്റെ വെലോസിറ്റി മേലോട്ട് പോകുമ്പോൾ ഓരോ സെക്കൻഡിലും 0.2 meter/second കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് മേലോട്ട് ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എപ്പോഴാണ് തുടങ്ങിയത് നമുക്കറിയില്ല. ഇപ്പോൾ എത്ര സമയമായി തുടങ്ങിയിട്ട് അതും അറിയില്ല. ഇപ്പോൾ എലിവേറ്ററിൻ്റെ വെലോസിറ്റി എത്രയാണ്? 0.2 ഓരോ സെക്കൻഡിലും കൂടി വരിക. ഇപ്പോൾ എലിവേറ്ററിൻ്റെ വെലോസിറ്റി എത്രയെന്ന് അറിയില്ല. പക്ഷേ എലിവേറ്ററിനകത്തുള്ള എല്ലാ ഒബ്ജക്ട്സിനും എല്ലാ സമയത്തും എലിവേറ്ററിൻ്റെ ആ സമയത്തുള്ള വെലോസിറ്റി അതിനകത്തുള്ള എല്ലാ ഒബ്ജക്ട്സിനും ഉണ്ടാവും. അതാ. അപ്പോൾ ഏതോ ഒരു മൊമെൻറ്റിൽ സീലിംഗിൽ നിന്ന് ഒരു ബോൾട്ട് ലൂസായിട്ട് താഴോട്ട് വീഴുക. അപ്പോൾ ആ വീഴുന്ന സമയത്ത് എലിവേറ്ററിൻ്റെ വെലോസിറ്റി എത്രയാണോ അത് ബോൾട്ടിനും ഉണ്ടാവും. ഓക്കെ. ഇനിയിപ്പോൾ ഇവിടെ ചോദ്യം എന്താണെന്നറിയോ? ദ സീലിംഗ് ഓഫ് ദി എലിവേറ്റർ ഈസ് അറ്റ് എ ഹൈറ്റ് ഓഫ് 2.5 meter ഫ്രം ഇറ്റ്സ് ഫ്ലോർ. ഓക്കെ. ദ ടൈം ടേക്കൺ ബൈ എ ലൂസ് ബോൾട്ട് അറ്റ് ദ സീലിംഗ് ടു റീച്ച് ദ ഫ്ലോർ. 2.5 meter ആണ് ഈ ഫ്ലോറും സീലിംഗും തമ്മിലുള്ള ദൂരം. അപ്പോൾ ആ സീലിംഗിൽ നിന്ന് ലൂസായ ബോൾട്ട് താഴെ എത്താൻ എത്ര സമയം എടുക്കുന്ന? ഒരു കാര്യം ഉറപ്പാണ്. പിന്നെ ഈ ബോൾട്ട് ലൂസായി ഡിറ്റാച്ച് ചെയ്യുന്ന സമയത്ത് എലിവേറ്ററിൻ്റെ വെലോസിറ്റി ബോൾട്ടിനും ഉണ്ടാവും. അപ്പോൾ ബോൾട്ട് വിത്ത് റെസ്പെക്ട് ടു എലിവേറ്റർ അതെടുത്തു കഴിഞ്ഞാൽ എളുപ്പമാണ്. കാരണം ബോൾട്ടിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ എലിവേറ്ററിൻ്റെ വെലോസിറ്റി എത്രയാണെന്ന് അറിയേണ്ടത്. രണ്ടിനും സെയിം ആയത് കാരണം റിലേറ്റീവ് വെലോസിറ്റി 0 ആവും. ഓക്കെ. ഇനിയിപ്പോൾ എന്താണ് ഈ ബോൾട്ട് വിത്ത് റെസ്പെക്ട് ടു എലിവേറ്ററാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ബോൾട്ട് എലിവേറ്ററിൻ്റെ എവിടെ നിന്ന് എലിവേറ്ററിൻ്റെ എവിടേക്ക് വന്നു അത് നോക്കിയാൽ മതി. എലിവേറ്ററിൻ്റെ സീലിംഗിൽ നിന്ന് എലിവേറ്ററിൻ്റെ ഫ്ലോറിലേക്ക് വന്നു. അതെത്രയാണ്? 2.5 meter താഴെയാ. അപ്പോൾ നോക്കൂ, ഡിസ്പ്ലേസ്മെന്റ് ഞാൻ S = 2.5 meter എന്ന് എഴുതി. റിലേറ്റീവാണ് അത് താഴോട്ടാണ്. ദാറ്റ് ഐ ഹാവ് ടേക്കൺ പോസിറ്റീവ്. കാരണം +2.5 എന്നല്ല, ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ +2.5 അപ്പോൾ താഴോട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് എടുത്തു എന്നർത്ഥം. ഇനി ഈ ആക്സിലറേഷൻ താഴോട്ടുള്ള ഈ ബോൾട്ട് ലൂസായി ഡിറ്റാച്ച് വൺസ് ഇറ്റ് ഗെറ്റ്സ് ഡിറ്റാച്ച്ഡ് ഫ്രം ദ സീലിംഗ് ഇറ്റ് വിൽ ബി മൂവിങ് അണ്ടർ ദ ഇഫക്റ്റ് ഓഫ് ഗ്രാവിറ്റി അലോൺ. അപ്പോൾ അതിനകത്ത് ആക്ട് ചെയ്യുന്ന ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആക്സലേഷൻ എത്രയാണ്? 9.8 എങ്ങോട്ടാ? താഴേക്ക്. അപ്പോൾ താഴോട്ടുള്ള ആക്സലേഷൻ ഓഫ് ദ ബോൾട്ട് താഴോട്ട് പോസിറ്റീവ് എടുത്തു. മൈനസ് ആക്സലേഷൻ ഓഫ് ദി എലിവേറ്റർ -0.2. അപ്പോൾ എത്ര കിട്ടും? 10 കിട്ടും. ഓക്കെ. അപ്പോൾ റിലേറ്റീവ് ആക്സലേഷൻ, റിലേറ്റീവ് ഡിസ്പ്ലേസ്മെന്റ്, റിലേറ്റീവ് ഇനീഷ്യൽ വെലോസിറ്റി. S = ut + ½ at² അപ്ലൈ ചെയ്യാം. u0 ut0. ബാക്കി എന്താ? ½ at² വരും. അതിൽ നോക്കൂ, ഡിസ്പ്ലേസ്മെന്റ് 2.5, ഹാഫ് ആക്സലേഷൻ 10 t². ഓക്കെ. 2 × 2.5 എന്ന് പറഞ്ഞാൽ 5 വരും. ഡിവൈഡ് ബൈ 10 എന്ന് പറഞ്ഞാൽ 0.5 വരും. അപ്പോൾ t = √0.5 എന്ന് വരും. ഓക്കെ. √0.5 seconds. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. എ ബോട്ട് കവേഴ്സ് എ ഡിസ്റ്റൻസ് d in time t1 when moving upstream of a river. ഈ അപ്സ്ട്രീം എന്ന് പറഞ്ഞാൽ എഗെയിൻസ്റ്റ് ദ ഫ്ലോ ആണ്. അപ്പോൾ എഗെയിൻസ്റ്റ് ദ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ട് ഈസ് മൂവിങ് എഗെയിൻസ്റ്റ് ദ സ്ട്രീം. അപ്പോൾ ബോട്ടിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ VB - VC ആണ്. VC പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് കറണ്ട്, വെലോസിറ്റി ഓഫ് ഫ്ലോ. ബോട്ട് ഈസ് മൂവിങ് എഗെയിൻസ്റ്റ് ദ ഫ്ലോ. അപ്പോൾ റിസൾട്ടൻറ്റ് വെലോസിറ്റി എന്താവും? VB - VC. അതിൽ VB പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ദ ബോട്ട് ഡ്യൂ ടു ഇറ്റ്സ് മോട്ടോർ പവർ. അപ്പോൾ അപ്സ്ട്രീമിൽ d ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം t1 ആണ്. അപ്പോൾ വെലോസിറ്റി എന്താ? d/t1. When it moves downstream, the same distance will be covered in time t2. അപ്പോൾ എന്താ? VB + VC. That is equal to d/t2. ചോദ്യം എന്താ? വെലോസിറ്റി ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ. അതായത് VB എത്രയാണെന്ന് കാണണം. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് രണ്ടും കൂടെ നിങ്ങൾ ആഡ് ചെയ്തോളൂ. റൈറ്റ് സൈഡിൽ d കോമൺ ഫാക്ടർ പുറത്തെടുക്കാം. അപ്പോൾ VB = d × 1/t1 + 1/t2 ആണ് 2b, twice VB. അപ്പോൾ VB പറഞ്ഞു കഴിഞ്ഞാൽ d പിന്നെ t1 + t2 / 2 t1 t2. അപ്പോൾ ഇതാ d t1 + t2 / 2 t1 t2, റൈറ്റ്? ഇനി ഇതിനകത്ത് അടുത്ത് എന്താ? ദ സ്ട്രീം വെലോസിറ്റി ഈസ്, അതായത് VC കാണണം. VC കാണാൻ പ്രശ്നമില്ല. ഇത് നമ്മൾ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ VB സബ്ട്രാക്ട് ആയി പോവും. VC - VC 2VC വരും. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ d അഗെയിൻ നമുക്ക് കോമൺ ഫാക്ടർ പുറത്തെടുക്കാം. 1/t2 - 1/t1. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താ? d t1 - t2 ഡിവൈഡഡ് ബൈ d t1 - t2 ഡിവൈഡ് ബൈ 2 t1 + t2 വരും, റൈറ്റ്? നെക്സ്റ്റ്, ടൈം ടേക്കൺ ബൈ ദ ബോട്ട് ടു കവർ ദ സെയിം ഡിസ്റ്റൻസ് ഇൻ സ്റ്റിൽ വാട്ടർ. അതായത് d/VB ആണ്. എന്താ? സ്റ്റിൽ വാട്ടറിൽ ബോട്ട് എടുക്കുന്ന സമയം d/VB. അത് നമ്മൾ നേരത്തെ VB നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. അവിടുന്ന് d/VB കണ്ടാൽ മതി. d/VB പറഞ്ഞു കഴിഞ്ഞാൽ 2 t1 t2 ഡിവൈഡ് ബൈ t1 + t2 വരും. 2 t1 t2 ഡിവൈഡ് ബൈ
T1 plus T2 വരും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ, എ ട്രെയിൻ ആക്സിലറേറ്റ്സ് യൂണിഫോംലി ഫ്രം റെസ്റ്റ് അറ്റൈൻസ് എ മാക്സിമം സ്പീഡ് ഓഫ് 40 meter per second in 20 seconds. അപ്പോൾ റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 40 meter per second വെലോസിറ്റി ആവാൻ 20 സെക്കൻഡ് എടുത്തു. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെ വരും, 0, വെലോസിറ്റി 0, ടൈം 0. ഓക്കെ, പിന്നെ വെലോസിറ്റി 40 ആയി, അതിനടുത്ത സമയം 20 സെക്കൻഡ്. അടുത്ത 20 സെക്കൻഡേക്ക് എന്ന് പറഞ്ഞാൽ 20 സെക്കൻഡ് മുതൽ 40 സെക്കൻഡ് വരെ അതേ സ്പീഡിൽ പോയി. പിന്നെ 40 സെക്കൻഡ് കൊണ്ട് റെസ്റ്റിലേക്ക് വന്നു പറഞ്ഞാൽ 40 മുതൽ 80 സെക്കൻഡ് വരെയുള്ള ആ ഇൻ്റർവെല്ലിൽ റെസ്റ്റിലേക്ക് വന്നു. ആവറേജ് വെലോസിറ്റിയാണ് ചോദ്യം, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം. ഇവിടെ വെലോസിറ്റി ടൈം ഗ്രാഫാണ്. നിങ്ങൾക്ക് ഒരു ഗ്രാഫിൽ നിന്ന് രണ്ട് കാര്യങ്ങളെ കണ്ടുപിടിക്കാനുണ്ടാവുള്ളൂ. അതിലൊന്ന്, വാട്ട് ഈസ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി റെപ്രസെൻറ്റഡ് ബൈ ദ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ്. സ്ലോപ്പ് കണ്ടാൽ എന്ത് കിട്ടും? സ്ലോപ്പ് കണ്ടാൽ എന്ത് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ എക്സ് എന്നാ, ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി അലോങ് വൈ ആക്സിസ് ബൈ ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി അലോങ് എക്സ് ആക്സിസ്. ഓക്കെ, പിന്നെ ഏരിയ കണ്ടാൽ എന്ത് കിട്ടും? അത് വൈ ഇൻറ്റു എക്സ് എന്നാണ്, ക്വാണ്ടിറ്റി അലോങ് ദ വൈ ആക്സിസ് ഇൻറ്റു ക്വാണ്ടിറ്റി അലോങ് ദി എക്സ് ആക്സിസ്. ഇവിടെ വെലോസിറ്റി ടൈം ഗ്രാഫാണ്, മീൻസ് വെലോസിറ്റി അലോങ് ദ വൈ ആക്സിസ്, ടൈം അലോങ് ദി എക്സ് ആക്സിസ്. അപ്പോൾ ഇവിടെ ഏരിയ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? വെലോസിറ്റി ഇൻറ്റു ടൈം, അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. ഇവിടെ ഇപ്പോൾ ഈ ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ട്രപ്പീസിയമാണ്. നമ്മൾ കാണേണ്ട ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ഇതാ ഇങ്ങനെ ഈ സാധനമാണ്, ഇതാണ്. ഓക്കെ, ഈ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണുന്നുണ്ട്. ഈ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണുക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാരലൽ സൈഡ്സിൻ്റെ ആവറേജ് എടുക്കുക. പാരലൽ സൈഡ്സ് എന്താ? ഒന്ന് ഇതാണ്, എത്രയാ? 20 to 40 ഉള്ളത്. ഓക്കെ, ഇതാണ് 20 to 40, അതാണ് ഒരു സൈഡ്. പിന്നെ അടുത്ത സൈഡ് എന്താ? അടുത്ത സൈഡ് ഇതാണ് 0 to 80, റൈറ്റ്? ഓക്കെ, അപ്പോൾ അതിൻ്റെ ആവറേജ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, 20 + 80/2, ഇതാ ഹാഫ് ഇൻറ്റു 20 + 80. ആ പാരലൽ സൈഡ്സിന് ഇടയ്ക്കുള്ള സെപ്പറേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പാരലൽ സൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇതും പിന്നെന്താ ഒന്ന് ഇതുമാണ്. ഓക്കെ, അതിനിടയ്ക്കുള്ള സെപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്താ, ഇതാണ് സെപ്പറേഷൻ. അതെത്രയാ? അത് 40 യൂണിറ്റ് ആണ് ഇവിടെ. ഓക്കെ, 40 meter per second. അപ്പോൾ ഇൻറ്റു 40 ചെയ്യാം. അപ്പോൾ നമുക്ക് 40/2 പറഞ്ഞാൽ എത്രയാണ്? 20. ബ്രാക്കറ്റിനകത്തുള്ള 100. 20 × 100 എന്ന് പറഞ്ഞാൽ 2000 വരും. ആയിക്കോട്ടെ, മൊത്തം ടൈം എത്രയാണ്? 80 സെക്കൻഡാണ്. അപ്പോൾ ആവറേജ് വെലോസിറ്റി ഇതാ V ബാർ പറഞ്ഞാൽ ആവറേജ് വെലോസിറ്റി, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് 2000/80. ഓക്കെ, അപ്പോൾ നമുക്ക് 200/8 എന്ന് പറയാം. ഓക്കെ, 200/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി 25 meter per second. അതായത് ഈ സാധനം കിട്ടും, റൈറ്റ്? ഇവിടെ ഈ റിലേറ്റീവ് മോഷൻ, അതുപോലെ മോഷൻ അണ്ടർ ഗ്രാവിറ്റി, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ മോഷൻ അണ്ടർ ഗ്രാവിറ്റിയിലൊക്കെ പല കാര്യങ്ങളും നമുക്ക് എന്താണ് എക്സാമിന് പോകുന്നതിന് മുമ്പേ അറിയാം. അതായത് താഴോട്ട് വരുമ്പോൾ ഓരോ സെക്കൻഡിലും എല്ലാ സെക്കൻഡിലും വെലോസിറ്റി 10 meter per second വെച്ച് കൂടും, മേലോട്ട് പോകുമ്പോൾ കുറയും. ഒരു ഫ്രീലി ഫാളിംഗ് ബോഡി 5, 15, 25, 35 അങ്ങനെയാണ്. മേലോട്ട് എറിഞ്ഞ ബോഡി ആണെങ്കിൽ എന്താ, റിവേഴ്സ് ഓർഡറിലാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്കറിയാം. ഓക്കെ, അതായത് ക്വസ്റ്റ്യൻ കിട്ടുന്നതിന് മുമ്പേ അറിയാം. അപ്പോൾ അതുകൊണ്ട് ആൻസർ ചെയ്യാൻ എളുപ്പമാണ് നിങ്ങൾക്ക് ശരിക്കും കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ. ഓക്കെ, താങ്ക് യു.